ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുമസ് ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് താഴ്മ ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തുയേശുവിൻ്റെ തിരുപ്പിറവിயின் സന്തോഷം ഒരിക്കൽ കൂടെ ഓർക്കുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ക്രിസ്തുമസ് ആണ്. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ദിവ്യമായ കൃപ അധികമായി പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു പടി കൂടെ കർത്താവിങ്കിലേക്ക് അടുക്കുവാൻ ഈ നല്ല ദിനങ്ങൾ ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരുവെഴുത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. നാം പല കാര്യങ്ങളും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ക്രിസ്തു ജനനവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ, ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിനെ തിരയുന്ന 3 കൂട്ടരെയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അറിവുള്ളതാണ്, എങ്കിലും പ്രാർത്ഥനയോടെ ശ്രവിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കും. ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്തു ജനിച്ചു എന്ന സത്വർത്തമാനം അറിഞ്ഞ് അന്വേഷിച്ച് അവിടെ എത്തുന്ന ഇടയന്മാരെ കുറിച്ചാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് നമുക്ക് ആ ഭാഗം പഠിക്കുവാൻ കഴിയുന്നത്. 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ അവ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ജനിച്ച് പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ശേഷം ആ പ്രദേശത്ത് ആടുകളെ മേയിച്ച് രാത്രി വെളിംപ്രദേശത്ത് പാർത്തിരുന്നവരുടെ ഇടയിലേക്ക് ദൂതൻ ഇറങ്ങി വരുന്നു. ആ ഇടയന്മാരോട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ക്രിസ്തു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി ഇടയന്മാരോട് ദൂതൻ പറയുന്നു. ഈ ഇടയന്മാർ ഈ സത്വർത്തമാനം സുവിശേഷം കേട്ട ശേഷം അവർ ചെയ്ത പ്രവൃത്തി 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു. ഈ ബദ്ധപ്പാടോട് കൂടെയുള്ള അവരുടെ യാത്ര ഒരു അന്വേഷണമാണ്. എന്താണ് അവരുടെ അന്വേഷണം? ദൂതൻ പറഞ്ഞ കണക്ക് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ അന്വേഷിച്ചുള്ള യാത്ര ബത്ലഹേമിലാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അന്വേഷിച്ച് പോകുന്ന ഇടയന്മാർ, യേശു കുഞ്ഞിനെ കാണുവാനായി ദൂതൻ നൽകിയ ആ അടയാളങ്ങൾ, സയൻസ്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അന്വേഷിച്ചിറങ്ങുന്ന ഇടയന്മാർ. അതിന് താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ അവിടെ എത്തുന്നു. പൈതലിനെ കുറിച്ച് ദൂതന്മാർ തങ്ങളോട് പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. എല്ലാവരും അത് കേട്ട് ആശ്ചര്യപ്പെടുകയാണ്. മറിയയും അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഇതാണ് തിരുവെഴുത്തിൽ ക്രിസ്തു ജനനവുമായി ബന്ധപ്പെട്ട് യേശുവിനെ അന്വേഷിക്കുന്ന 1-ാമത്തെ കൂട്ടർ. 2-ാമത്തെ കൂട്ടരെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിദ്വാൻമാരെ കുറിച്ചാണ്. ഇത് യേശുവിൻ്റെ ജനനത്തിനും നാളുകൾക്ക് ശേഷം കിഴക്ക് നിന്ന് ഈ ബേത്ലഹേമിലേക്ക്, യെരുശലേമിലേക്ക് കടന്നു വരുന്ന വിദ്വാൻമാർ. സാധാരണ പാരമ്പര്യം 3 പേരെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും 1, 2 3 എത്ര വ്യക്തികളായിരുന്നു ഈ വിദ്വാൻമാർ? അത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി കാണുന്നില്ല. വിദ്വാൻമാർ എന്ന് മാത്രം പറയുന്നു. എന്നാൽ അവർ മോരും പൊന്നും കുന്തിരിക്കവും കാഴ്ചവെച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാവാം 3 പേർ എന്ന ആ ഒരു പ്രയോഗം പാട്ടുകളിലും കഥകളിലും സന്ദേശങ്ങളിലും പ്രതിധ്വനിക്കുന്നത്. എത്ര പേരോ ആയിക്കോട്ടെ. എന്നാൽ ചിന്തിക്കുക, ഇവർ അല്പം അകലെ നിന്ന്, അല്പമല്ലാത്ത അകലത്തിൽ നിന്നാണ് യേശുവിനെ അന്വേഷിച്ചു വരുന്നത്. അവർക്ക് ഒരു പ്രത്യേക സിഗ്നൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അടയാളം അവരും കാണുകയാണ്. അത് ആകാശത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം കണ്ടിട്ട് അവർ കിഴക്ക് നിന്ന് യെരുശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്ന വ്യക്തി എവിടെയാണ്, ആ കുഞ്ഞെവിടെയാണ് എന്ന് അന്വേഷിക്കുന്നു.
അങ്ങനെ അവർ അന്വേഷിച്ച് എത്തുന്നത് കൊട്ടാരത്തിലാണ്, ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. വഴി തെറ്റിപ്പോയോ? ശരിക്കും ആ വഴി തെറ്റൽ അവർക്കൊരു അനുഗ്രഹമായി എന്ന് തോന്നുന്നു. കാരണം ന്യായപ്രമാണത്തെക്കുറിച്ച്, തിരുവെഴുത്തിനെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്ത ആ ഹെരോദാവ് എന്ന രാജാവ് മഹാപുരോഹിതന്മാരെയും മറ്റുള്ളവരെയും വിളിച്ച്, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ ആരാണോ ജന്മം കൊള്ളുന്നത് ആ കുഞ്ഞിനെ കുറിച്ച് തിരുവെഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. അത് മനസ്സിലാക്കി വിദ്വാൻമാർ അത് തിരിച്ചറിയുന്നു. യഹൂദിയിലെ ബത്ലഹേമിലാണ് ക്രിസ്തു പിറക്കുക, മശിഹ പിറക്കുക, യഹൂദന്മാരുടെ രാജാവ് പിറക്കുക. അവർ അത് മനസ്സിലാക്കി അവിടേക്ക് യാത്ര ചെയ്യുന്നു. വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും, അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിക്കുന്നുണ്ട്. ആ വീട്ടിൽ ചെന്ന് യേശുവായിരുന്ന ആ വീട്ടിൽ ചെന്ന് ആ യേശു കുഞ്ഞിനെയും മറിയയും ോടും കൂടെ അമ്മയായ മറിയയോടൊപ്പം തന്നെ കാണുന്നു. വീണ് നമസ്കരിച്ച് അവരുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് മോരും കുന്തിരിക്കവും പൊന്നും കാഴ്ചവെച്ച് അവർ നമസ്കരിക്കുന്നു, വീണ്ടും നമസ്കരിച്ചു. അപ്പൊ ഇതും ഒരു അന്വേഷണത്തിന്റെ സമാപനമാണ്. വിദ്വാൻമാർ വിദൂരങ്ങളിൽ നിന്ന് അന്വേഷിച്ചെത്തി. അതിന്റെ സമാപനമാണ് ഈ കാഴ്ചയർപ്പിച്ച് വണങ്ങിയ അനുഭവം. മൂന്നാമതൊരു അന്വേഷണം കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. അത് ഹെരോദാവിന്റെ അന്വേഷണം ആയിരുന്നു. ഹെരോദാവിന്റെ അടുക്കൽ വന്ന വിദ്വാൻമാർ പറയുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? അപ്പോൾ ഹെരോദാവ് മാത്രമല്ല, യെരൂശലേം ഒക്കെയും ഇത് കേട്ട് ഭ്രമിച്ചു എന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ അത് ഭയപ്പെടുത്തി. എന്തുകൊണ്ട് ഭയപ്പെടുത്തണം? ഹെരോദാവിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടത്തക്ക വിധം പുതിയൊരു രാജാവോ? അതാര്? ചരിത്രം പഠിപ്പിക്കുന്നു, തൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നതിന് വേണ്ടി മക്കളെയും ഭാര്യയെയും പോലും കൊന്നവനാണ് ഹെരോദാവ് എന്ന്. അപ്പോൾ അത്രത്തോളം ക്രൂര മനോഭാവമുള്ള, ഒരുപക്ഷെ ദുഷ്ടൻ എന്ന് പറയത്തക്ക വിധം കഠിന ഹൃദയമുള്ള മനുഷ്യനാണ് ഹെരോദാവ്. ശേഷം ഹെരോദാവിന്റെ അടുക്കൽ വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് വണങ്ങി തിരിച്ചു വന്ന് ഹെരോദാവിനോട് പറയണമെന്നുള്ളതായിരുന്നു ഹെരോദാവിന്റെ കൽപ്പന, ആവശ്യം. എന്നാൽ ആ വിദ്വാൻമാർ ദൈവം നൽകിയ ദർശനത്തിനൊത്തവണ്ണം അവിടെ നിന്ന് വേറൊരു വഴിയായിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഹെരോദാവാകട്ടെ താൻ കബളിപ്പിക്കപ്പെട്ടു, തന്നെ അവർ കളിയാക്കിയതാണ്, അവർ പൊയ്ക്കളഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഹെരോദാവ് കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ശേഷം സംഭവിക്കുന്നത് ഹെരോദാവിന്റെ രീതിയിലുള്ള ഒരു തിരച്ചിലാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആ വിദ്വാൻമാർ തങ്ങളെ സന്ദർശിച്ച ആ സമയവുമായി ബന്ധപ്പെടുത്തി 2 വയസ്സും അതിന് താഴെയുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും, ബത്ലഹേമിലും സമീപ പ്രദേശത്തുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ട് കൽപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ അന്വേഷണം, കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം. പ്രിയമുള്ളവരെ, 3 അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്, 3 അന്വേഷണങ്ങൾ. ഈ 3 അന്വേഷണങ്ങൾ നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരായി, കർത്താവിനെ അന്വേഷിക്കുന്നവരായി നാം തീരുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ തിരുവെഴുത്തുകൾ നമ്മോട് ചിലത് സംസാരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ആട്ടിടയന്മാരെ പോലെ, വിദ്വാൻമാരെ പോലെ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തിലാണോ നാം കർത്താവിനെ അന്വേഷിക്കുന്നത്? അതോ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന സ്വാർത്ഥ മനോഭാവം വച്ചു പുലർത്തിയ ഹെരോദാവിനെ പോലെ ആവശ്യം നടക്കുന്നതിന് വേണ്ടിയാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത്? ഈ ക്രിസ്തുമസ് ദിനം നാം ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണം. പാപത്തിലാണ്ടുപോയ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ കടഭാരം നമുക്ക് പരിഹരിക്കാൻ ഒരുപക്ഷെ ഈ ഭൂമിയിൽ കഴിഞ്ഞേക്കാം. രോഗത്തിന് പരിഹാരം കണ്ടെത്താൻ ഒരു പരിധിവരെ ഈ ഭൂമിയിൽ കഴിഞ്ഞേക്കാം. മറ്റേത് അധ്വാനങ്ങളിലൂടെയും ചിലത് നേടുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ പാപത്തിൽ നിന്നുള്ള വിമോചനം മനുഷ്യന് ഈ ഭൂമിയിൽ, മനുഷ്യരിലൂടെയോ ഈ ഭൂമിയിലൂടെയോ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്
100% വ്യക്തമാണ്. അത് സാധിക്കുന്നത് ക്രിസ്തുയേശുവിലൂടെയാണ്. അത് നൽകുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുയേശു ഈ ഭൂമിയിലോട്ട് വന്നത്. ആ കർത്താവിനെ വിദ്വാൻമാർ അന്വേഷിച്ചതുപോലെ, ഇടയന്മാർ അന്വേഷിച്ചതുപോലെയാണോ നാം അന്വേഷിക്കുന്നത്? അതോ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സിംഹാസനം ഉറപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി സ്വാർത്ഥതയോടുകൂടെയാണോ ദൈവത്തെ അന്വേഷിക്കുന്നത്? ഇതിന് നാം ഉത്തരം കണ്ടെത്തിയേ തീരൂ. പ്രിയമുള്ളവരെ, കർത്താവിനെ അന്വേഷിക്കുവാനും കർത്താവിനെ കണ്ടെത്തുവാനും കർത്താവിൽ ജീവിക്കുവാനും നമുക്ക് ഈ ക്രിസ്തുമസിലൂടെ കഴിയണം. ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഇടവകയിൽ ബഹുവന്ദനായ ഒരു അച്ഛൻ സംസാരിച്ചത് ഇങ്ങനെയാണ്: ഇരുളിനെ അകറ്റുവാനായിട്ട് കഴിയത്തില്ല, എന്നാൽ വെളിച്ചത്തിന് കഴിയും. കോപത്തെ അകറ്റുവാനായിട്ട് കഴിയത്തില്ല, വിദ്വേഷത്തെ അകറ്റുവാനായിട്ട് കഴിയത്തില്ല, എന്നാൽ സ്നേഹത്തിന് കഴിയും. പ്രിയമുള്ളവരെ, പാപത്തെ അകറ്റുവാനായിട്ട് കഴിയുന്നില്ല. പാപത്തെ അകറ്റുവാൻ ഈ ലോകത്തിനും കഴിയുന്നതല്ല. എന്നാൽ പാപിയെ സ്നേഹിക്കുന്ന കർത്താവിന്, പാപത്തെ വെറുക്കുന്ന കർത്താവാണെങ്കിൽ പോലും നമ്മിൽ നിന്ന് പാപത്തെ നീക്കി തരുവാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, നമ്മുടെ അന്വേഷണം ഈ കർത്താവിനെ ആയിരിക്കണം. കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമയായിരിക്കണം. കർത്താവ് തന്നെ പിന്നത്തതിൽ പറയുന്നുണ്ട്: മുട്ടുവിൻ, തുറക്കപ്പെടും; അന്വേഷിപ്പിൻ, കണ്ടെത്തും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. നമുക്ക് ആ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് കഴിയട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം: പൂർണ്ണ മനസ്സോടുകൂടെ കർത്താവിനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ ഏത് വിധേനയും, എല്ലാ സാഹചര്യങ്ങളെയും അതിനുവേണ്ടി ദൈവം ഒരുക്കിത്തരും. ഒരു സംശയമില്ല. അതുകൊണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവരായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. ആമേൻ.